ആ, അതൊക്കെ പോട്ടെ ഗീതേ. ഉം. എനിക്ക് ചെറിയൊരു ഡൗട്ട്. അത് ഞാൻ നിന്നോട് ചോദിച്ചോട്ടെ? ഡൗട്ടോ? എന്ത് ഡൗട്ട്? ഇപ്പോ പെട്ടെന്ന് നിന്റെ ഭർത്താവ് ഇങ്ങോട്ട് കേറി വരുമെന്ന് വിചാരിച്ചു. നീ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യും? ഉം, ഉം, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ നിനക്ക്? നിന്റെ ഭർത്താവ് പെട്ടെന്ന് ജോലിയും കഴിഞ്ഞ് ഇങ്ങോട്ട് കേറി വരികയാണെങ്കിലേ, ഞാനാണെങ്കിൽ വീട്ടിലുണ്ട്. അപ്പൊ നീ എന്ത് പറഞ്ഞ് അയാളെ ഒതുക്കും? ഉം. അത്രയല്ലേ ഉള്ളൂ കാര്യം. കേബിൾ കണക്ഷൻ ശരിയാക്കാൻ വന്ന പയ്യനാണെന്ന് പറയും. അത്രേ ഉള്ളൂ. എന്ത്? കേബിൾ കണക്ഷൻ ശരിയാക്കാൻ വന്ന പയ്യനോ? നിന്റെ ഭർത്താവ് അതങ്ങ് വിശ്വസിക്കൂ? അതെന്താ വിശ്വസിക്കാൻ പറ്റാത്ത? നിന്നെ കാണാൻ അങ്ങനെയാണല്ലോ ഉള്ളത്. എടീ, നീ എന്നെ കളിയാക്കാണോ? കാര്യായിട്ടാ പറയുന്നത്. ശരി, എനിക്ക് സമയമായി. അർജന്റായിട്ട് പുറത്തൊരു ജോലിയുണ്ട്. ഇതുപോലെ നിന്റെ ഭർത്താവില്ലാത്ത സമയം നോക്കി പറയേ. ആ സമയത്ത് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞെത്തിക്കോളാം. ശരിയെന്നാ. ശരി, ഞാൻ ഇറങ്ങട്ടെ. ഉം. ബെല്ലടിച്ചിട്ട് വാല് തുറക്കുന്നില്ലല്ലോ. ഇവളിത് തുറക്കാതെ അവൾ തെന്തെടുത്തോണ്ടിരിക്കുക. ഇറങ്ങി പോരട്ടെ അവള്. വരൂ. എടി, എത്ര നേരമായി പുറത്തുനിന്ന് ബെല്ലടിച്ചോണ്ടിരിക്കുക? നിന്റെ കാത് കേൾക്കുന്നില്ലായിരുന്നോ? അകത്ത് പാചകം ചെയ്യായിരുന്നു, അതാ കേക്കാത്തെ. ശരി ശരി, ദേഷ്യപ്പെടല്ലേ, വരൂ. എടി, ആരടി ഇവൻ? കേബിൾ ടി വി റിപ്പയർ ചെയ്യാമെന്ന് ചെറുക്കനാ ചേട്ടാ അവൻ. എന്ത്? കേബിൾ ടി വി റിപ്പയർ ചെയ്യാമെന്ന് ചെറുക്കനോ? എടി, സത്യം പറയടി, ആരടി ഇവൻ? നിന്റെ സെറ്റപ്പാണോ? സത്യമായിട്ട് കേബിൾ റിപ്പയർ ചെയ്യാൻ വന്ന ചെറുക്കനാ. ഞാനാ ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞേ. ഓഹോ, ഞാൻ ഇല്ലാത്ത സമയത്ത് വീട്ടിൽ കിടന്ന് രണ്ടുപേരുടെ കൂത്താടിയിട്ട് ഞാൻ പെട്ടെന്ന് വന്നപ്പോ കേബിൾ ടി വി റിപ്പയർ ചെയ്യാൻ വന്നെന്ന് കഥ ഇറക്കുകയാണോ? എന്താ ചേട്ടാ ഇത്? നിങ്ങൾ എന്നെ തന്നെ സംശയിക്കുന്നോ? യഥാർത്ഥത്തിൽ അവൻ കേബിൾ ടി വി ശരിയാക്കാൻ വന്ന ആളാണ്. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ പിന്നെ അതറിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ. അയ്യോ ചേട്ടാ, ആരാടാ നീ? എത്ര ധൈര്യം ഉണ്ടാടാ നീ വീട്ടിൽ കയറിയത്? നീ എന്റെ ഭാര്യയുടെ സെറ്റപ്പ് അല്ലടാ. സത്യം പറടാ. സാർ, കൈയെടുക്ക് സാർ. നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? എന്തിനാ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിങ്ങളുടെ ഭാര്യ പറഞ്ഞതൊക്കെ ശരിയാണ്. ഞാൻ ശരിക്കും കേബിൾ ടി വിക്കാരനാണ്. എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞ് മേഡം വിളിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നേ. സാർ, വീട്ടിലേക്ക് ആര് വന്നാലും ഭാര്യയുടെ കൂടെ അഫയർ ആണെന്ന് പറയോ? നിങ്ങളൊക്കെ എന്ത് മനുഷ്യനാ? വൃത്തികിടക്കി. മാഡം, ലൈൻ ഇപ്പോൾ ഓക്കെയാണ്. ഞാൻ എല്ലാം ശരിയാക്കി മാഡം. ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇൻ കേസ് പ്രശ്നമുണ്ടെങ്കിൽ ഓഫീസ് നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ശരി അനിയ, എന്നാ പോയിക്കോ. എന്തിനെടുത്താലും സംശയപ്പെടുന്നതിന്റെ കൂടെ നിങ്ങളൊക്കെ എങ്ങനെയാ ജീവിക്കുന്നേ? അവന്റെ മോന്ത കണ്ടില്ലേ? എന്താണ് നോക്കുന്നേ? നിന്നെയൊക്കെ അടിച്ച് നോക്ക്. അകത്തേക്ക് വന്നതും ആരാണ് എന്താണെന്ന് ഒന്നും ചോദിക്കാതെ നിങ്ങളുടെ വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയുമല്ലേ? ഇതാണ് നിങ്ങൾ എന്നോട് വെച്ചിട്ടുള്ള വിശ്വാസം അല്ലേ? തെറ്റ് മുഴുവൻ എന്റെ ഭാഗത്താ. ഞാൻ വെറുതെ ഇവളെ സംശയിച്ചു.